ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. ഞാൻ ആരുടെയൊക്കെയോ പ്രിയങ്കരനായ സൈക്കോ ബോയ്. അപ്പോൾ രാവിലെ ക്യാപ്റ്റൻസി ടാസ്ക് അങ്ങോട്ട് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ അടുത്ത ക്യാപ്റ്റൻ, ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ അപ്പാനി ശരത്ത് ആയിരിക്കുകയാണ്. അപ്പാനി ശരത്ത് ക്യാപ്റ്റൻ ആയതിനു ശേഷം രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പാനി ശരത്തിന്റെ വെളുപ്പീര് ഭാര്യയെ സുഖിപ്പിക്കുന്നു. പുറത്തിരിക്കുന്ന ഭാര്യയെ സൂചിപ്പിക്കാൻ മാക്സിമം അണ്ണൻ ചെയ്യുന്നുണ്ട്. കാരണം അണ്ണന് മനസ്സിലായ കയ്യിൽ നിന്ന് പോയി ബിന്നി കേസ് അത് പുറത്ത് നാറുന്നുണ്ടെന്ന് അണ്ണൻ ഒരു ഡൗട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ ഭാര്യയെ സുഖിപ്പിക്കാനായിട്ട് അണ്ണൻ കിടന്ന് പെടാപ്പാട് പെടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അതൊന്നും അഭിനയം ആയിരിക്കത്തില്ല കേട്ടോ, ചിലപ്പോൾ സൂചിപ്പിക്കാൻ വേണ്ടി ആയിരിക്കത്തില്ല. പുള്ളിക്ക് ഭാര്യയോടുള്ള ശരിക്കുള്ള ഇഷ്ടം ചിലപ്പോൾ കാണിച്ചതായിരിക്കാം, ചിലപ്പോൾ. എനിക്ക് ഉറപ്പൊന്നുമില്ല ആ ഒരു കേസിൽ. അപ്പാനി ആയതുകൊണ്ടും കഴിഞ്ഞ ദിവസം അപ്പാനിയുടെ ഒരു നിലപാട് നമ്മൾ കണ്ടതാണല്ലോ. ഏത് ഷാനവാസിന്റെ അടുക്ക ചെന്നിട്ട് എടാ ഗെയിമാടാ, ഗെയിമല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യും, ഞാൻ പിന്നെ ഒന്ന് സുഖിപ്പിക്കും എന്നുള്ള സാധനമൊക്കെ അടിക്കുന്നത് കണ്ടപ്പോഴേ പറയാൻ പറ്റത്തില്ല. വോട്ടെവർ. അപ്പൊ എന്താണെങ്കിലും ക്യാപ്റ്റൻസി ടാസ്ക് രാവിലെ നമ്മുടെ ബിന്നിയും ശൈത്യയും അപ്പാനിയും ഇവർ 3 പേരുമാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കാനുള്ളത്. അപ്പൊ ഇവർ 3 പേരും 3 വട്ടത്തിൽ നിൽക്കുന്നു. എന്നിട്ട് മറ്റേ ഒരു കോഴി ഗെയിമാണ്. കോഴി ഗെയിം എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വേറൊന്നും വിചാരിക്കണ്ട. കോഴി ഗെയിം എന്ന് പറയുമ്പോൾ വേറൊന്നും വിചാരിക്കണ്ട. സംഗതി വേറൊന്നുമല്ല, ഒരു കോഴിയുടെ പോലത്തെ ഒരു തൊപ്പി ഇങ്ങനെ 3 പേരും ഇട്ടിട്ട് ഇവരുടെ അതിനകത്ത് ഈ കോഴിയുടെ എന്തോ കാലോ അതോ എന്തോ ലൈക്ക് കോഴിയും ഒരു ഡോള് അത് ഇവരുടെ ഈ ഒരു എന്താണ് ഇവർ നിൽക്കുന്ന വട്ടത്തിനകത്തുണ്ട്. അപ്പൊ അത് മറ്റൊരാളുടെ അതിനകത്ത് മൊത്തത്തില് ഓരോ ആൾക്കാരും അവരുടെ അതിനകത്തുള്ള ആ ഡോള് അപ്പുറത്തെ ആളുടെ അതിനകത്ത് ഇടണം. എന്നിട്ട് അവരുടെ അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കണം, അവരുടെ അതിനകത്തൊന്നും കാണരുത്. ഇതാണ് ഗെയിം. ഫസ്റ്റ് റൗണ്ട് തന്നെ ബിന്നി ഔട്ട് ആവുന്നു. സെക്കൻഡ് റൗണ്ടിൽ ശൈത്യയും നമ്മുടെ അപ്പാനി ചേട്ടനും കൂടെയാണ്. അപ്പാനി ചേട്ടൻ സ്കോർ ചെയ്യും. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റ് ബിഗ് ബോസ് ടീമിനോട്, അത് വേറൊന്നുമല്ല, ലൈക്ക് ഫിസിക്കൽ ടാസ്കുകളാണ് കൂടുതലും. സമ്മതിക്കാം, പെൺകുട്ടികൾ എങ്ങനെ ക്യാപ്റ്റന്മാരായി വരും? എനിക്കൊരു സംശയം. കാരണം എന്തുകൊണ്ടും ഫിസിക്കലായിട്ടുള്ള ഒരു ഗെയിം വരുമ്പോൾ എപ്പോഴും സ്കോർ ചെയ്യാൻ ചാൻസ് പുരുഷന്മാർ തന്നെയാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു നഗ്ന സത്യമാണ്, തള്ളിക്കറിയാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു ഷോ ആകുമ്പം ബുദ്ധിപരമായിട്ടുള്ള ഈ ക്യാപ്റ്റനൊക്കെ ആകുമ്പോഴത്തേക്ക് ബുദ്ധിപരമായിട്ടുള്ള ടാസ്ക് കൊടുത്താൽ കുറച്ച് നല്ലതായിരിക്കും. എല്ലാം ഒന്നും ഇപ്പൊ ബുദ്ധിപരമായിട്ട് മാത്രം അങ്ങോട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഫിസിക്കൽ ടാസ്കുകൾ വേണം, എന്നാലേ രസമുള്ളൂ. പക്ഷേ പെൺകുട്ടികളൊക്കെ ഒരു ക്യാപ്റ്റനായിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ രസമായിരിക്കും. അതിന് വേണ്ടിയിട്ട് മാത്രം ചെറിയൊരു മൈൽഡായിട്ട് അവിടെ ഒരു ഇളവ് കൊടുത്താൽ, അതായത് കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ട് ഇങ്ങനെ ഈ ഒരു സാധനം എടുത്തുകൊണ്ട് പോയി നമ്മുടെ ശൈത്യ സെക്കൻഡ് റൗണ്ടിൽ അപ്പാനി എടുക്കിടാൻ നോക്കുമ്പോഴൊന്നും നടക്കുന്നില്ല. കാരണം അപ്പാനി കുറച്ചും കൂടെ ജില്ലാണ്, മനസ്സിലായില്ലേ? ഒരു പെൺകുട്ടിക്ക് അവളുടേതായിട്ടുള്ള ചില കാര്യങ്ങളിൽ അറിയാലോ, ഞാൻ പറയുന്നത് കള്ളത്തരമൊന്നും അല്ലെന്ന് സ്ത്രീകൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അത് പക്ഷെ പുരുഷന്മാർക്കില്ല. ഏത് മുഖേനയും തള്ളിയും പിടിച്ചും എന്തും കാണിക്കും. പക്ഷെ സ്ത്രീകൾ അങ്ങനെ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇച്ചിരി മൈൽഡായിട്ട് ഒരു ഇളവ് ഈ ഒരു ക്യാപ്റ്റൻസി, അറ്റ്ലീസ്റ്റ് അവിടെ ക്യാപ്റ്റൻസി പുതിയ ക്യാപ്റ്റന്മാർ വരട്ടെ, ആണുങ്ങൾ മാത്രമല്ല പെൺകുട്ടികളും വരട്ടെ എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ അങ്ങ് പറയുകയാണ്. അങ്ങനെ എന്തായാലും അപ്പാനി ചേട്ടൻ ക്യാപ്റ്റൻ ആവുന്നുണ്ട്. ക്യാപ്റ്റൻ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കാണിക്കുന്നത് കിച്ചണാണ്. കിച്ചണിൽ നമ്മുടെ അനുമോള് രാവിലെ തുടങ്ങും. എസ് എൽ ടീം വരൂ, പാത്രം കഴുകൂ, 1 പറഞ്ഞു, 2 പറഞ്ഞു, 3 പറഞ്ഞു. പിന്നെ ആരാണ്ടോ അനീഷല്ല ആരോ ഇന്ന് കഴുകി വെക്കുന്നുണ്ട്. എന്തായാലും കഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ അനുമോള് പറഞ്ഞെങ്കിൽ മാത്രമേ, കുക്ക് ചെയ്യുമ്പോൾ സമയത്ത് മാത്രമേ വെസൽ ടീം പാത്രം കഴുകത്തുള്ളൂ. ഇല്ലെങ്കിൽ പാത്രം അവിടെ തന്നെ കിടക്കുകയാണ്. നല്ല ദുരന്തോ വെസൽ ടീം ആയിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ കഴിഞ്ഞ ആഴ്ചത്തെ. അപ്പൊ എന്താണെങ്കിലും അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ അപ്പാനി ചേട്ടൻ്റെ, പിന്നെ നെവിൻ പോയി ആപ്പിളൊക്കെ എടുത്ത് കഴുകി സെറ്റ് ചെയ്യുന്നുണ്ട് രാവിലെ. പിന്നെ അപ്പാനി ചേട്ടൻ്റെ വക ഷോ. അപ്പാനി ചേട്ടൻ്റെ ഷോ എന്ന് പറയുമ്പോൾ രാവിലെ തന്നെ അപ്പാനി ചേട്ടൻ്റെ കുപ്പി അബിയെ കാണിച്ചിട്ട്, അബി ദേ എൻ്റെ ഭാര്യ രേഷ്മയുടെ പേര് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. എന്തിനാണ് ഇത്ര ഷോ ഇറക്കി നാട്ടുകാരുടെ മുമ്പിൽ വെറുതെ ഊക്ക് മേടിച്ച് കൂട്ടുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഭാര്യ പുറത്ത് അവർ സുഖമായിട്ടിരിക്കട്ടെ, നീ അവിടെ നല്ല രീതിയിൽ കളിക്ക്, നീ കളിക്കാനല്ലേ പോയത്, നീ കളി. പക്ഷേ ബിൻസി ആയിട്ടുള്ള ആ ഒരു സാധനം വെച്ചിട്ട് എന്നാൽ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം അതെനിക്ക് അപ്പം മാത്രമല്ല മനസ്സിലായത്. അബിയെ ഈ ഒരു പരിപാടി കാണിച്ചതിന് ശേഷം നേരെ ആരെടുക്കലാണ് എനിക്ക് തോന്നുന്നു, ശൈത്യയും ബിന്നിയും കൂടെ 2 പേരും ഒന്നിച്ചിരുന്ന് ശോകക്കഥ പറയുകയാണ്. ബിന്നിക്ക് വയ്യ, ബിന്നിക്ക് ക്യാപ്റ്റൻ ആവാത്തതിന്റെ പേരിൽ നല്ല രീതിയിലുള്ള സങ്കടമുണ്ട്. ഇപ്പൊ 2 തവണ 3 തവണ എങ്ങാണ്ട് ബിന്നി ടാസ്ക് ലാസ്റ്റ് വരെ എത്തിയാണ്. പക്ഷെ ഈ ഒരു ഗെയിം വരുമ്പോഴത്തേക്ക് ബിന്നിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവിടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പെൺകുട്ടികളും കൂടെ മുന്നോട്ട് വരുന്ന രീതിയിൽ അവർക്കും കൂടെ ഒരു എന്തെങ്കിലും ഫിസിക്ക് അല്ലാതൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ, മെന്റലി ഒക്കെ ഒരു ഗെയിം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പൊ എന്താണെങ്കിലും ശൈത്യയും ബിന്നിയും കൂടെ ഇരുന്ന് ബിന്നി ശോകക്കഥ പറയുന്നുണ്ട്. അവിടെ അപ്പാനി വന്ന് കയറുന്നുണ്ട്. പിന്നെ അപ്പാനിയും കുറച്ചു നേരം ഇരുന്ന് കഥ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പാനി അവിടെ നിന്ന് എണീക്കുന്നു. ആദില നൂറ ടീമിന്റെ അടുക്കെ നമ്മുടെ രണ ഫാത്തിമയുണ്ട്. പോയിട്ട് പിന്നെയും ഭാര്യയെ പറ്റി തന്നെ ഇരുന്ന് പറയുന്നു. ചേട്ടാ, ശരിക്കും നിങ്ങൾക്ക് ഭാര്യയോട് അത്രയ്ക്ക് സ്നേഹം ഉള്ളത് കൊണ്ടാണ്? എനിക്കറിയത്തില്ല, ചിലപ്പോൾ കാണും, നമുക്കില്ലാന്നൊന്നും പറയാൻ പറ്റത്തില്ല. പുള്ളിയുടെ ഭാര്യ നമുക്കറിയത്തില്ല, പ്രത്യേകിച്ച് ആ ചേച്ചി ഷീസ് ക്യാരിങ്. സോ അതുകൊണ്ട് എന്താണെങ്കിലും ഹസ്ബൻഡ് എന്ന രീതി സ്നേഹം കാണും.
പക്ഷേ ഇവിടെ പുള്ളി ഇത് കാണിക്കുമ്പോൾ നമ്മൾ രണ്ടായിട്ട് എടുക്കും. പുള്ളി ഒരു ഗെയിമറാണ്, അതിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടായിട്ട് കാണണം. സാധാ ഒരു മനുഷ്യനെ പറയുന്നതെങ്കിൽ ഓക്കെ, മനസ്സിലാക്കാം, ഭാര്യയോടുള്ള സ്നേഹം മാത്രം. ഇത് പക്ഷേ അതിനകത്ത് നിന്നൊരു ഗെയിം കാണിച്ചു, ആ ഗെയിം നാറി, നല്ല വൃത്തിക്ക് നാറി, ഷാനവാസും നാറ്റിച്ചു, പിടികിട്ടിയില്ലേ? അതുകൊണ്ട് തന്നെ അത് പുറത്ത് എങ്ങനെ അടിച്ച് കാണും ഒരു സാധനം അറിയാത്തതുകൊണ്ട് പുള്ളി നിന്നിങ്ങനെ താളം അടിക്കുന്നതാണോ എന്നുള്ളൊരു സംശയം എനിക്ക് എന്തായാലും ഉണ്ട്. പിന്നെ ബാക്കി ഇനി ഞാൻ പോയി കാണട്ടെ, എന്നിട്ട് അപ്ഡേറ്റ്സ് അറിയിച്ചാൽ പോരെ. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.